ഇതൊരു നോർമൽ ബേസിക് ഡേ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് എണീറ്റത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാറുണ്ട്. സോ ഈ വീക്കെൻഡിൽ പ്ലാൻ ചെയ്തതാണ് പഴംപൊരിയും ബീഫും. നല്ല കോമ്പിനേഷൻ അല്ലേ? സോ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് പ്ലാൻ ഇട്ടിരിക്കുമ്പോഴാണ് ജിയോ മാഗ്നറ്റിക് സ്റ്റോം കാരണം അറോറ ലൈറ്റ്സ് കാണാനുള്ള ചാൻസസ് വളരെ ഹൈ ആണെന്ന് ഇങ്ങനെ ന്യൂസിലൊക്കെ പറഞ്ഞു കേട്ടു. മോർണിംഗിലും ഇതുപോലെ ഇങ്ങനെ കുറേ ന്യൂസ് കണ്ടു, പക്ഷെ ഞങ്ങൾ അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ന്യൂസ് വരുന്നതാണ്. 2 months ബാക്ക് ഞങ്ങൾ ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് ട്രാവേഴ്സ് സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി അന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അധികം എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ബട്ട് കണ്ടാൽ നല്ലത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് എല്ലാവരും പോയത്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു. ഇപ്പോൾ പോകുമ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ, കുറച്ച് സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആയിരുന്നു. അങ്ങനെ 1 hour 25 minutes ഉള്ള സമയത്താണ് ഞങ്ങൾ കാറിൽ തന്നെ അത് കണ്ടത്. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടൊക്കെ കാണാൻ പറ്റുമെന്നാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. സോ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ കേട്ടത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ കാണാമെന്ന് പറയുമ്പോഴത്തേക്ക് അത് അടിപൊളിയാണല്ലോ. പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയത് നമ്മൾ കണ്ണിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കൂടുതലാണ് ഇങ്ങനെ ഫോണിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഫെയിൻറ്റഡ് ആണ് കളർ. പിന്നെ ആ സ്പോട്ടിലെത്തി കണ്ട ആൾക്കാർ ഒരുപാട് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് പോയത്. ഇപ്പോൾ എവിടെയൊക്കെ പോയി കാണാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു പിങ്ക് ടോണുള്ള ഒരു ലൈറ്റ്സ് കാണാൻ പറ്റി. പക്ഷേ അതിന് ഇൻറ്റൻസിറ്റി വളരെ കുറവായിരുന്നു. കാരണം ഓൾറെഡി റോഡിലൊക്കെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി വളരെ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാണ് ഇവിടുത്തെ ഗ്യാസ് സ്റ്റേഷൻ. നമുക്ക് ഫ്യൂവൽ അടിക്കണമെങ്കിൽ അതുപോലെ വാഷ്റൂം യൂസ് ചെയ്യാം, ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്പോട്ടാണിത്. ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനധികം ഗ്യാസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കോഫിയാണ് എടുക്കാറ്. പിന്നെ എന്തെങ്കിലും സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കും. മിക്കവാറും വല്ല ബീച്ച് സൈഡിലോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ഐ തിങ്ക് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. നോക്കാം, എന്തായാലും ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ഫുൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റായി. 6 minutes. ഫസ്റ്റ് നമ്മളിപ്പോ ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്, അവിടെ പോകാനാണ് പോകുന്നത്. അവിടെ പോയിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ഒരു 30 minutes അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങും. ജസ്റ്റ് നോക്കാൻ വേണ്ടി ഇവിടെ വേറൊരു സ്ഥലത്താണ്. സോ ഞങ്ങളിതാ ഇപ്പോൾ ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കാണാം, ചിലപ്പോൾ കാണാതിരിക്കാം. അപ്പം അറിയില്ല. ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് ഇടുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, ഒന്നും കാണുന്നില്ല. കുറച്ചൊക്കെ കാണുന്നുണ്ട്, ബട്ട് അത്ര വിസിബിൾ അല്ല. സോ ഞങ്ങൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ അപ്പൊ ഞങ്ങളിപ്പോ പാർക്കിലെത്തി. ഇവിടുന്ന് കുറച്ച് കാണാൻ പറ്റി, പക്ഷെ ഇത് രാത്രി ലേറ്റ് ആവും തോറും അതിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്നുണ്ട്. സോ നമുക്ക് കാണാനുള്ള ചാൻസ് ഹൈ ആണ്. ഇപ്പോഴും ഇങ്ങോട്ടേക്കുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കാറൊക്കെ ഇതാ. നോർമലി ഇങ്ങനെ സൈഡിലൊന്നും പാർക്ക് ചെയ്തുകൂടാ കാറ്. നമ്മളെ വണ്ടി ഇതാണോ? അല്ല, ഒരു വൈറ്റ് വണ്ടീൻ്റെ ബാക്കിലല്ലേ ഇട്ട്? ഇതാണോ? ആ പാർക്കിൽ ഞങ്ങൾ വിചാരിച്ച അത്ര അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. സോ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അത് ഇവിടെ നിന്ന് ഒരു 14 minute ഡിസ്റ്റൻസിലായിരുന്നു കേട്ടോ. ഈ സമയമായപ്പോഴത്തേക്ക് കുറച്ചുകൂടെ തണുപ്പ് കൂടി. അതുകൊണ്ട് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഇതിവിടെ ഉള്ളൊരു പാർക്കാണ്, പിന്നെ അപ്പുറത്തെ ഒരു ബീച്ചും ഉണ്ട്. സോ ആ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളെല്ലാവരും സെറ്റായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറേ ആൾക്കാർ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടാണ് വരുന്നത്, കാരണം തണുപ്പുണ്ട്. ഞങ്ങൾ പിന്നെ എന്തായാലും കോട്ടൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു, അതെന്തായാലും നന്നായി. അങ്ങനെ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് പോവുകയാണ്. ലാസ്റ്റ് ഇതാണ്. ഇവിടെ നിന്ന് കാണുന്ന അത്രയും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകും.
നമ്മള് ബെഡ്ഷീറ്റൊക്കെ തൂക്കിയിട്ടൊന്നും അറിയായിരുന്നു. ഓ സനേ നോക്ക്. ഓ നൈസ്. ഓ മേലെ കാണുന്നുണ്ട് കുറച്ച്. ഇവിടെ നമുക്ക് കുറച്ച് സമയമാവുന്നതിനനുസരിച്ച് കാണാമെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? അടിപൊളി സ്ഥലമാണ് തോന്നിട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു ലൈറ്റ് ആയിട്ട് ഇതില്. ഞങ്ങൾ അടുത്ത പാർക്കിൽ എത്തിയിട്ടുണ്ട്. നോക്കാം കാണാൻ പറ്റുമെന്ന്. ഹോപ്പ്ഫുള്ളി നടന്നു പോവാണ് അങ്ങോട്ടേക്ക്. കുറേ ആൾക്കാർ ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ന്യൂസ് കേട്ടിട്ട് എല്ലാവരും ഇത് കാണാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കങ്ങോട്ട് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. ടൈം ലാപ്സ് എടുത്ത് അടിപൊളിയായിരിക്കും. 2 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല സ്പോട്ട് കിട്ടിയപ്പോൾ അവിടുന്ന് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ക്ലിക്ക് ചെയ്തു. ആ പിക്ചേഴ്സ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബട്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ പോയി അത് കണ്ട് ഒരുപാട് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ബീച്ചിൽ കുറേ സമയം ഇരുന്ന് സംസാരിച്ച് ഇതൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന്. ഇത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ മുന്നേ കാണാൻ വേണ്ടി ട്രൈ ചെയ്ത സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ തിരിച്ചു പോവാണ്. പോകുമ്പോൾ തന്നെ നല്ലോണം ലേറ്റായി. ഒരു 2 മണിക്ക് കഴിഞ്ഞ് കുറേ സമയം ഇരുന്നിട്ടൊക്കെ വന്നുകൊണ്ട് ലേറ്റായി. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാം ഞങ്ങൾ അവിടെ പോയിട്ട് എടുത്തത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.